ഹലോ കൂട്ടുകാരെ, 2ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. 3ാമത്തെ യൂണിറ്റ് ഇതിനു മുൻപേ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത കൂട്ടുകാർ 3ാമത്തെ യൂണിറ്റ് കാണണേ. 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് സ്റ്റാർ ഇൻ ദ ജാർ എന്നാണ്. നമുക്ക് ഈ യൂണിറ്റ് നോക്കാം. ഇത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. ലക്കി ഹാഡ് എ ഹോബി ഓഫ് സെർച്ചിങ് ട്രഷേഴ്സ്. അപ്പോൾ ലക്കിയുടെ ഒരു ഹോബിയാണ് എന്തെന്ന് പറയുന്നത്, നിധി അന്വേഷിച്ച് നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട വസ്തുക്കളൊക്കെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുക എന്നുള്ളത് ലക്കിയുടെ ഒരു ഹോബിയാണ്. ആഫ്റ്റർ എവറി സെർച്ച് ഹി വുഡ് ഗെറ്റ് സംതിങ് സ്പെഷ്യൽ. അവൻ എല്ലാ തവണ ഇങ്ങനെ പരിശോധിച്ച് നടന്നു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടും. ഹീ കെപ്റ്റ് ഓൾ ദ ട്രഷേഴ്സ് ഇൻ എ ബോക്സ്, എ ട്രഷർ ബോക്സ്. അപ്പോൾ അവന് കിട്ടുന്ന നിധിയെല്ലാം അവൻ എന്ത് ചെയ്യാറുണ്ട്, ഒരു ബോക്സിൽ എന്നിട്ട് കൊണ്ടുചെന്ന് സൂക്ഷിച്ച് വെക്കും. ആ ബോക്സിനെ അവൻ എന്തെന്നാ വിളിക്കുന്നത്, ട്രഷർ ബോക്സ് എന്നാണ് വിളിക്കുന്നത്. വൺ മോർണിംഗ് ലക്കി സോ സംതിങ് സ്പെഷ്യൽ ഇൻ ദ ഗാർഡൻ. ഒരു ദിവസം രാവിലെ ലക്കി എന്ത് ചെയ്തു, ഗാർഡനിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം കണ്ടു. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റോറി ഉള്ളത്. ഇനി നമുക്ക് സ്റ്റോറി വായിക്കാം. Hey Lucy, come, here is something special. Lucky called out to his sister. Lucy came up to Lucky. See this, it's nice, isn't it? He asked. I think it's a toy star, Lucy said. No, this is not a toy star. It is a special treasure, said Lucky. അപ്പോൾ നമ്മുടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ലൂസിയും ലക്കിയുമാണ് അല്ലേ. ഹേ ലൂസി കം, ഹേ ലൂസി നീ ഇവിടേക്ക് വാ. ഹിയർ ഈസ് സംതിങ് സ്പെഷ്യൽ. ഇവിടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം ഇവിടെ ഉണ്ട്, നീ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആര്, ലക്കി കോൾഡ് ഔട്ട് ടു ഹിസ് സിസ്റ്റർ. ലക്കി എന്താണ്, തൻ്റെ സിസ്റ്ററിനെ വിളിച്ചിങ്ങനെ പറഞ്ഞു, തൻ്റെ സഹോദരിയായിട്ടുള്ള ലൂസിയെ വിളിച്ചിട്ട് ലക്കി പറയാണ്, വേഗം ഇവിടേക്ക് വാ, ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, നിന്നെ കാണിച്ചു തരാൻ വരാനായിട്ട് പറയുന്നു. ലൂസി കെയിം അപ് ടു ലക്കി. ലൂസി എവിടേക്ക് വന്നു, ലക്കിയുടെ അടുത്തേക്ക് വന്നു. സീ ദിസ്, ഇത് നോക്കൂ. ഇറ്റ്സ് നൈസ്, ഈസൻറ്റ് ഇറ്റ്, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ, ലൂസി സെഡ്. അപ്പോൾ ലൂസി എന്താ പറഞ്ഞത്, ഞാൻ കരുതുന്നത് ഇതെന്താണ്, ഒരു ടോയ് സ്റ്റാർ ആണ്, ഒരു കളിപ്പാട്ടമാണല്ലേ, ഒരു നക്ഷത്രത്തിൻ്റെ കളിപ്പാട്ടമാണിതെന്നാണ് ഞാൻ കരുതുന്നതെന്ന് ആര് പറഞ്ഞു, ലൂസി പറഞ്ഞു. നോ, ദിസ് ഈസ് നോട്ട് എ ടോയ് സ്റ്റാർ. അല്ലല്ല, ഇതൊരു കളിപ്പാട്ട നക്ഷത്രമല്ല. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ട്രഷർ. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നിധിയാണ് ഇതെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ലക്കി പറയുന്നത്. The treasure looked like a star. It was thick and glossy and a little heavy too. It looks very beautiful, but it's not a toy star. Lucky took the treasure in his hands. What is it then? ലക്കി, ഡു യു ഹാവ് എനി ഐഡിയ, ലൂസി ആസ്ക്ഡ്. അപ്പം പറയുന്ന നോക്കൂ, ദ ട്രഷർ ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ. അപ്പം നമ്മുടെ ലക്കി പറഞ്ഞ ട്രഷർ, ആ നിധി എന്തുപോലെയാണ് ഇരിക്കുന്നത്, ഒരു നക്ഷത്രം പോലെയാണ് ഇരിക്കുന്നത്. ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി. അതെന്താണ്, നല്ല കട്ടിയുള്ളതും അതുപോലെ തന്നെ എന്താണ്, തിളങ്ങുന്നതും ആണ്. ആൻഡ് എ ലിറ്റിൽ ഹെവി ടു. മാത്രമല്ല എന്തും കൂടെ ഉണ്ട്, കുറച്ച് ഭാരവും കൂടെ അതിന് ഉണ്ട്. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ടോയ് സ്റ്റാർ. പക്ഷെ ഇത് എന്തല്ല, ഒരു കളിപ്പാട്ട നക്ഷത്രമൊന്നും അല്ല. ലക്കി ടുക്ക് ദ ട്രഷർ ഇൻ ഹിസ് ഹാൻഡ്സ്. ലക്കി എന്ത് ചെയ്തു, ആ നിധി അവൻ്റെ കയ്യിലേക്ക് എടുത്തു. വാട്ട് ഈസ് ഇറ്റ് ദെൻ? പിന്നിതെന്താണ്? ലക്കി, ഡു യു ഹാവ് എനി ഐഡിയ, ലൂസി ആസ്ക്ഡ്. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് എന്താണ് എന്നതിനെ പറ്റി, നിനക്ക് വല്ല അറിവുമുണ്ടോ എന്ന് ആര് ചോദിച്ചു, ലൂസി നമ്മുടെ ലക്കിയുടെ അടുത്ത് ചോദിച്ചു. Lucky and Lucy went to Millie's house. Millie, hey Millie, Lucky called out. Millie and her mother came out. See this, we got it from the garden. Is it yours? Lucky asked. No, this is not mine, Millie replied. Then whose treasure is this? Lucky had no idea. ഇനി ഏതാണ്ട് നമ്മുടെ ലക്കിയും ലൂസിയും കൂടെ എവിടെയാണ്, മിലിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണല്ലേ. ലക്കി ആൻഡ് ലൂസി വെന്റ് ടു മിലീസ് ഹൗസ്. ലക്കിയും ലൂസിയും കൂടെ എവിടേക്ക് പോയി, മിലിയുടെ വീട്ടിലേക്ക് പോയി. മിലി, ഹേ മിലി, ലക്കി കോൾഡ് ഔട്ട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ലക്കി എന്ത് വിളിച്ചു, മിലിന്ന് ലക്കി ഉറക്കെ വിളിച്ചു. മിലി ആൻഡ് ഹെർ മദർ കെയിം ഔട്ട്. മിലിയും അവളുടെ അമ്മയും എവിടേക്ക് വന്നു, പുറത്തേക്ക് വന്നു. സീ ദിസ്, ഇത് നോക്കൂ. വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. ഞങ്ങൾക്കിത് ഗാർഡനിൽ നിന്ന്, പൂന്തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ്. ഈസ് ഇറ്റ് യുവേഴ്സ്, ഇത് നിന്റെയാണോ, ലക്കി ആസ്ക്ഡ്. ലക്കി ചോദിച്ചു. നോ, അല്ലല്ല. ദിസ് ഈസ് നോട്ട് മൈൻ, ഇത് എൻ്റെയല്ല, മിലി റിപ്ലൈഡ്. മിലി മറുപടി പറഞ്ഞു. ദെൻ ഹൂസ് ട്രഷർ ഈസ് ദിസ്? ലക്കി ഹാഡ് നോ ഐഡിയ. പിന്നിത് ആരുടെ നിധിയായിരിക്കും? ലക്കിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. Where shall I keep it? My treasure box is full, Lucky thought. He went to the kitchen and took a big glass jar. Then he put the treasure in it. It's quite nice. He liked his new treasure. Lucky placed the jar on his table.
വേർ ഷാൾ ഐ കീപ് ഇറ്റ്? ഇത് ഞാൻ എവിടെ സൂക്ഷിക്കും? മൈ ട്രഷർ ബോക്സ് ഈസ് ഫുൾ. എൻ്റെ നിധികളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന ബോക്സ് പെട്ടി എന്താണ്, നിറഞ്ഞിരിക്കുകയാണ്. ലക്കി തോട്ട്. ലക്കി ചിന്തിച്ചു. ഹി വെൻ ടു ദ കിച്ചൺ ആൻഡ് ടുക്ക് എ ബിഗ് ഗ്ലാസ് ജാർ. ലക്കി കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെടുത്തു? ടുക്ക് എ ബിഗ് ഗ്ലാസ് ജാർ. അവിടെ നിന്ന് വലിയൊരു ഗ്ലാസിൻ്റെ ജാർ എടുത്തുകൊണ്ട് വന്നു. ദെൻ ഹി പുട്ട് ദ ട്രഷർ ഇൻ ഇറ്റ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ നിധി ആ ജാറിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചു. ഇറ്റ്സ് ക്വയറ്റ് നൈസ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഹി ലൈക്ക്ഡ് ഹിസ് ന്യൂ ട്രഷർ. അവൻ്റെ പുതിയ നിധി വളരെയധികം ഇഷ്ടപ്പെട്ടു. ലക്കി പ്ലേസ് ദ ജാർ ഓൺ ഹിസ് ടേബിൾ. എൻ്റെ ലക്കി എന്ത് ചെയ്തു? ആ ജാറ് അവൻ്റെ ടേബിളിൻ്റെ മുകളിൽ വെച്ചു. അടുത്തതിൽ മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കൂ. ഇൻ ദ ഈവനിങ് ലക്കി കെയിം ബാക്ക് ടു ഹിസ് റൂം. അപ്പോൾ ഈവനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്നേരം അല്ലേ? വൈകുന്നേരം ആയപ്പോൾ ലക്കി എവിടേക്ക് വന്നു? തൻ്റെ റൂമിലേക്ക് തിരികെ വന്നു. വാട്ട് എ സർപ്രൈസ്, ദ ട്രഷർ ഇൻ ദ ജാർ വാസ് ഷൈനിങ്. എന്ത് ചെയ്യുന്നു? അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം നടന്നു അല്ലേ? എന്താണ്? ആ ജാറിലിരിക്കുന്ന ട്രഷർ, ആ നിധി എന്തോ ചെയ്യുന്നു? തിളങ്ങുന്നു. ഇനി എന്ത് സംഭവിച്ചെന്ന് നോക്കാം. The light from the treasure spread all over the room. Oh, you can shine so bright, said Lucky in wonder. The treasure blinked once. It was a little hot inside the room. Lucky opened the window. The sky was full of stars. Suddenly he noticed something up in the sky. The light from the treasure spread all over the room. അപ്പോൾ നമ്മുടെ ലക്കിയുടെ നിധിയിൽ നിന്നുള്ള, ട്രഷറിൽ നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്തു? ആ റൂം മുഴുവൻ ഇങ്ങനെ പരന്നു. ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, സെഡ് ലക്കി ഇൻ വണ്ടർ. അപ്പം നമ്മുടെ ലക്കി അത്ഭുതത്തോടെ ചോദിച്ചു, അപ്പം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് തിളങ്ങാൻ കഴിയുമല്ലേ? ദ ട്രഷർ ബ്ലിങ്കഡ് വൺസ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു? ആ നിധി ഒന്ന് ചിമ്മി അല്ലേ? കണ്ണ് ചിമ്മുന്നത് പോലെ വെട്ടം ഒന്ന് ചിമ്മി. ഇറ്റ് വാസ് എ ലിറ്റിൽ ഹോട്ട് ഇൻസൈഡ് ദ റൂം. അപ്പോൾ എന്താണ്? റൂമിൻ്റെ അകത്ത് അല്പം ചൂടുണ്ടായിരുന്നു. ലക്കി ഓപ്പൺഡ് ദ വിൻഡോ. ലക്കി എന്ത് ചെയ്തു? വിൻഡോ, ജനൽ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു, തുറന്നു. ദ സ്കൈ വാസ് ഫുൾ ഓഫ് സ്റ്റാർസ്. സ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. ആകാശം നിറയെ എന്താണ്? ഫുൾ ഓഫ് സ്റ്റാർസ്, നിറയെ നക്ഷത്രങ്ങളാണ്. സഡൻലി ഹി നോട്ടീസ്ഡ് സംതിങ് അപ്പ് ഇൻ ദ സ്കൈ. സഡൻലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. ഹി നോട്ടീസ്ഡ് സംതിങ് അപ്പ് ഇൻ ദ സ്കൈ. അവൻ എന്ത് ശ്രദ്ധിച്ചു? ആകാശത്ത് എന്തോ ഒരു കാര്യം അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് അവൻ ശ്രദ്ധിച്ചു. എന്താ ശ്രദ്ധിച്ചേ നോക്കിയേ. ലക്കി സോ എ മെസ്സേജ് ഇൻ ദ സ്കൈ. ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ. ലക്കി ലുക്ക്ഡ് അറ്റ് ദ ഗ്ലോയിങ് ട്രഷർ ഇൻ സർപ്രൈസ്. എന്താ കണ്ടത്? ലക്കി സോ എ മെസ്സേജ് ഇൻ ദ സ്കൈ. ലക്കി എന്ത് കണ്ടു? ആകാശത്തൊരു മെസ്സേജാണ് കണ്ടത്, ഒരു സന്ദേശമാണ് കണ്ടത്. എന്തായിരുന്നു ആ സന്ദേശം? ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ. ഒരു ലിറ്റിൽ സ്റ്റാറിനെ, ഒരു കുഞ്ഞു നക്ഷത്രത്തിനെ കളഞ്ഞുപോയി. ലക്കി ലുക്ക്ഡ് അറ്റ് ദ ഗ്ലോയിങ് ട്രഷർ ഇൻ സർപ്രൈസ്. അപ്പോൾ ഈ മെസ്സേജ് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അത്ഭുതത്തോടു കൂടി തൻ്റെ ജാറിനുള്ളിലിരിക്കുന്ന ആ തിളങ്ങുന്ന തൻ്റെ ആ ട്രഷറിനെ എന്ത് ചെയ്തു? ലക്കി ഒന്ന് നോക്കി. കാരണം എന്താണ്? ആ കളഞ്ഞുപോയ കുഞ്ഞു നക്ഷത്രമാണോ തൻ്റെ കയ്യിലുള്ളതെന്ന് ആർക്ക് തോന്നി? ലക്കിക്ക് തോന്നി. ട്രഷർ ഈസ് ഷൈനിങ് നൗ ജസ്റ്റ് ലൈക്ക് എ സ്റ്റാർ. അപ്പോൾ ആ നിധി എന്ത് ചെയ്യുകയാണ്? ഒരു നക്ഷത്രത്തെ പോലെ എന്ത് ചെയ്യുകയാണ്? തിളങ്ങുകയാണല്ലേ? ഈസ് ഇറ്റ് റിയലി എ സ്റ്റാർ? അപ്പോൾ ഇതൊരു നക്ഷത്രം ആയിരിക്കുമോ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ? എങ്ങനെയായിരിക്കും അത് ഇവിടെ വന്നത്? ലക്കി ഗോട്ട് കൺഫ്യൂസ്ഡ്. ലക്കിക്ക് ആകെ സംശയമായി. Are you that missing star? Lucky took that treasure out of the jar and went near the window. The treasure shone even brighter. Wow, are you a real star? Lucky was thrilled. Do you want to go back? The little star twinkled gently. Don't worry, I will help you reach the sky. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. Are you that missing star? നീയാണോ ആ കളഞ്ഞുപോയ നക്ഷത്രം? Lucky took the treasure out of the jar. ലക്കി എന്ത് ചെയ്തു? ആ ജാറിനുള്ളിൽ ഇട്ട് വെച്ചിരുന്ന തൻ്റെ ആ നിധിയെ പുറത്തേക്ക് എടുത്തു. And went near the വിൻഡോ. എന്നിട്ട് എവിടേക്ക് പോയി? നിയർ ദ വിൻഡോ. വിൻഡോയുടെ അരികിലേക്ക് പോയി. ദ ട്രഷർ ഷോൺ ഈവൻ ബ്രൈറ്റർ. ആ ജനാലയുടെ അരികിലേക്ക് ചെന്നപ്പം ആ നിധി എന്ത് ചെയ്യാൻ തുടങ്ങി? കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട്, കുറച്ചും കൂടെ തിളക്കത്തിൽ പ്രകാശം പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങി. വാവ്, ആർ യു എ റിയൽ സ്റ്റാർ? ലക്കി വാസ് ത്രിൽഡ്. ലക്കിക്ക് നല്ല ത്രില്ല് തോന്നി. കാരണം എന്താണ്? ശരിക്കും നീ ഒരു യഥാർത്ഥ നക്ഷത്രമായിരുന്നോ എന്നാണ് ആര് ചോദിക്കുന്നത്? ലക്കി ചോദിക്കുന്നത്. ഡു യു വാണ്ട് ടു ഗോ ബാക്ക്? നിനക്ക് തിരികെ പോകണോ? ദ ലിറ്റിൽ സ്റ്റാർ ട്വിങ്കിൾ ജെൻലി. അപ്പോൾ നക്ഷത്രം എന്ത് ചെയ്തു? പതിയെ ഒന്ന് കണ്ണ് ചിമ്മി. ഡോണ്ട് വെറി, പേടിക്കണ്ട. ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദ സ്കൈ. ഞാൻ എന്ത് ചെയ്യാം? ആകാശത്തേക്ക് എത്താൻ വേണ്ടി നിന്നെ സഹായിക്കാം. ലക്കി കോൾഡ് ഹിസ് സിസ്റ്റർ ലൂസി. ലക്കി എന്ത് ചെയ്തു? തൻ്റെ സഹോദരിയായ ലൂസിയെ വിളിച്ചു. ലുക്ക് അറ്റ് ദാറ്റ് മെസ്സേജ്. ലൂസി റീഡ് ദ മെസ്സേജ് ഇൻ ദ സ്കൈ. നീ ആ മെസ്സേജ് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ലൂസി എന്ത് ചെയ്തു? ആകാശത്തുള്ള ആ മെസ്സേജ് വായിച്ചു നോക്കി.
കം ലെറ്റ്സ് ഡു സംതിങ് ലക്കി സെഡ്. വാ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തോളം എന്ന് ആര് പറഞ്ഞു? ലക്കി പറഞ്ഞു. ലൂസി ആൻഡ് ലക്കി വെന്റ് ഔട്ട് ഓഫ് ദ റൂം വിത്ത് ദ ജാർ. ലൂസിയും ലക്കിയും കൂടെ എന്ത് ചെയ്തു? ആ ജാറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ലക്കി ഹെൽഡ് ദ ലിറ്റിൽ സ്റ്റാർ അപ്പ് ആൻഡ് യെൽഡ് ഔട്ട് ടു ദ സ്കൈ, ഹേ ലുക്ക് യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. ബട്ട് ദെയർ വാസ് നോ റിപ്ലൈ. ദ സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം us, they may not hear us, said Lucy. What can we do now? Lucky asked. ലക്കി ഹെൽഡ് ദ ലിറ്റിൽ സ്റ്റാർ അപ്പ് ആൻഡ് എൽഡ് ഔട്ട് ടു ദ സ്കൈ. അപ്പോൾ ലക്കി എന്ത് ചെയ്തു? ആ ചെറിയ നക്ഷത്രത്തെ ഉയർത്തി പിടിച്ചിട്ട് എന്ത് ചെയ്തു? ആകാശത്തോട് വിളിച്ചു പറഞ്ഞു, ഹേ ലുക്ക്, നോക്കൂ, യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. നിങ്ങളുടെ ആ ചെറിയ നക്ഷത്രം ഇവിടെയുണ്ട്. ബട്ട് ദെയർ വാസ് നോ റിപ്ലൈ. പക്ഷെ അവിടെ നിന്ന് മറുപടിയൊന്നും വന്നില്ല. ദ സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം us. ആ നക്ഷത്രങ്ങളൊക്കെ നമ്മളെയും കാട്ടി ഒരുപാട് ദൂരെയാണ്. ദേ മേ നോട്ട് ഹിയർ us, സെഡ് ലൂസി. അവർ നമ്മളെ കേട്ട് കാണില്ല എന്ന് ആര് പറഞ്ഞു? ലൂസി പറഞ്ഞു. വാട്ട് ക്യാൻ വി ഡു നൗ? ലക്കി ആസ്കിഡ്. അപ്പോൾ നമുക്കിനി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ആര് ചോദിച്ചു? ലക്കി ചോദിച്ചു. ഇറ്റ് മേ ഫ്ലൈ സംടൈംസ്, സെഡ് ലൂസി. ഇത് ചിലപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? പറന്നു പോകുമായിരിക്കും എന്ന് ആര് പറഞ്ഞു? ലൂസി പറഞ്ഞു. ലെറ്റ്സ് ഷോ ഇറ്റ് ടു ദ സ്കൈ, ലെറ്റ് ഇറ്റ് ഫ്ലൈ. നമുക്കതിനെ എന്ത് ചെയ്യാം? ആകാശം കാണിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യുമായിരിക്കും? പറന്നു പോകുമായിരിക്കും. ലൂസി ആൻഡ് ലക്കി വെൻ ടു ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അവരെന്ത് ചെയ്തു? ലൂസിയും ലക്കിയും കൂടെ അവരുടെ വീടിൻ്റെ പിറകു വശത്തേക്ക് പോയി. The children brought a ladder. Lucky climbed up the ladder. He opened the jar and held it over his head. അപ്പോൾ എന്ത് ചെയ്തു? The children brought a ladder. ആ കുട്ടികൾ എന്ത് കൊണ്ടുവന്നു? ഒരു ലാഡർ കൊണ്ടുവന്നു, ഒരു ഏണി കൊണ്ടുവന്നു. Lucky climbed up the ladder. ലക്കി എന്ത് ചെയ്തു? ആ ഏണിയിലേക്ക് വലിഞ്ഞു കയറി. He opened the jar and held it over his head. ലക്കി എന്ത് ചെയ്തു? ആ ജാർ തുറന്നിട്ട് അവൻ്റെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. Now fly up, he said to the little star, but it didn't move. Lucky felt sad. I have an idea, Lucy said. Now fly up, ഇനി പറന്നു പൊയ്ക്കോ. He said to the little star. അവൻ ആരോട് പറഞ്ഞു? ആ ചെറിയ നക്ഷത്രത്തോട് പറഞ്ഞു. But it didn't move. പക്ഷേ അത് എന്ത് ചെയ്തില്ല? അനങ്ങിയില്ല. Lucky felt sad. ലക്കിക്ക് എന്ത് തോന്നി? വിഷമം തോന്നി. സാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമം. I have an idea, Lucy said. എനിക്കൊരു ഐഡിയ തോന്നുന്നു, എനിക്കൊരു ബുദ്ധി തോന്നുന്നു എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ലൂസി പറഞ്ഞു. Collect some candles, quick, said Lucy. Lucky ran inside the house. He collected some candles from the cupboard. Lucky and Lucy lit all the candles. They arranged them on the terrace. The candle lights together formed a message. Some candles, quick, said Lucy. അപ്പോൾ ലൂസി എന്ത് പറഞ്ഞു? വേഗം കുറച്ച് ക്യാൻഡിൽസ് കൊണ്ടുപോകാം, മെഴുകുതിരി കൊണ്ടുപോകാം, പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ക്വിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. ലക്കി റാൺ ഇൻസൈഡ് ദ ഹൗസ്. ലക്കി എവിടേക്ക് ഓടിപ്പോയി? വീടിൻ്റെ ഉൾവശത്തേക്ക് പോയി. ഹി കളക്റ്റഡ് സം ക്യാൻഡിൽസ് ഫ്രം ദ കബോർഡ്. അവൻ എന്ത് ചെയ്തു? കബോർഡിൽ നിന്ന് കുറച്ച് ക്യാൻഡിൽസ്, മെഴുകുതിരികൾ കൊണ്ടുവന്നു. ലക്കി ആൻഡ് ലൂസി ലിറ്റ് ഓൾ ദ ക്യാൻഡിൽസ്. ലക്കിയും ലൂസിയും കൂടെ എന്ത് ചെയ്തു? എല്ലാ ക്യാൻഡിൽസും, എല്ലാ മെഴുകുതിരികളും എന്ത് ചെയ്തു? ലിറ്റ് ചെയ്തെന്ന് പറഞ്ഞാണ് കത്തിച്ചു. They arranged them on the terrace. എന്നിട്ട് വീടിൻ്റെ ടെറസിൽ എന്ത് ചെയ്തു? അവരതിനെ ക്രമീകരിച്ച് വെച്ചു. The candle lights together formed a message. ഈ ക്യാൻഡിൽ ലൈറ്റ്സ് ചേർന്നിട്ട്, അതായത് ഈ മെഴുകുതിരിയുടെ വെട്ടം ചേർന്ന് എന്തായിട്ട് മാറി? അതൊരു മെസ്സേജ് ആയിട്ട് മാറി. Lucky and Lucy prepared a message with the candle lights. Your little star is here. Can they read our message? Lucky asked. Let's wait here, Lucy said. They waited there for some time. Lucky and Lucy prepared a message with the candle lights. അപ്പം മെഴുകുതിരിയുടെ വെട്ടം വെച്ചിട്ട് എന്ത് ചെയ്തു? ലക്കി ലൂസിയും കൂടെ ഒരു മെസ്സേജ്, ഒരു സന്ദേശമാണ് ഉണ്ടാക്കിയെടുത്തത്. എന്ത് സന്ദേശമാണ്? യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. അപ്പോൾ നിങ്ങളുടെ ആ ചെറിയ നക്ഷത്രം ഇവിടെയുണ്ട് എന്നൊരു സന്ദേശം അവർ അവിടെ ഒരുക്കിയെടുത്തു. ക്യാൻ ദേ റീഡ് അവർ മെസ്സേജ്? ലക്കി ആസ്ക്ഡ്. അവർക്ക് നമ്മളുടെ സന്ദേശം വായിക്കാൻ കഴിയുമോ? ലക്കി ചോദിച്ചു. ലെറ്റ്സ് വെയിറ്റ് ഹിയർ, ലൂസി സെഡ്. നമുക്കിവിടെ കാത്തിരുന്ന് നോക്കാമെന്ന് ആര് പറഞ്ഞു? ലൂസി പറഞ്ഞു. ദേ വെയിറ്റഡ് ദെയർ ഫോർ സം ടൈം. അവർ കുറച്ചു നേരം അവിടെ കാത്തിരുന്നു. ഫീസ് they heard a crackling sound from the sky. Something was coming down like a string of lights. The stars in the sky came down as a glittering chain. അപ്പോൾ അതാണ് നമ്മുടെ ലൂസിയും ലക്കിയും കൂടെ അവിടെ നിൽപ്പുണ്ടല്ലേ. അപ്പോൾ എന്താക്കുന്നത്? ഫിസ് എന്നൊരു സൗണ്ട് കേട്ടു അല്ലേ. They heard a crackling sound from the sky. ആകാശത്ത് നിന്ന് എന്താണ്? എന്തോ ഒരു വ്യത്യസ്തമായ ശബ്ദമല്ലേ, ഒരു പൊട്ടുന്നേക്ക് പോലുള്ളൊരു ശബ്ദം അവരെന്ത് ചെയ്തു? കേട്ടു. Something was coming down like a string of light. എന്താണ്? വെട്ടത്തിൻ്റെ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ഒരു കമ്പി പോലെ, ഒരു നേർത്ത കമ്പി
കമ്പി പോലെ എന്ത് ചെയ്യുന്നു, എന്തോ താഴേക്ക് വരുന്നുണ്ട്. ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ കെയിം ഡൗൺ ആസ് എ ഗ്ലിറ്ററിങ് ചെയിൻ. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ മുഴുവൻ എന്തായിട്ട്, ഒരു ചെയിൻ പോലെ, എന്താണ്, ഒരു ഇങ്ങനെ ഗ്ലിറ്ററിങ് ചെയിൻ പോലെ, നല്ല തിളങ്ങുന്ന ഒരു മാല പോലെ എന്ത് ചെയ്യാണ്, താഴേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ചിത്രത്തിൽ കണ്ടില്ലേ അപ്പോൾ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു തിളങ്ങുന്ന ചെയിൻ പോലെ എന്ത് ചെയ്യാണ്, താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. Lucky held the jar up. The chain of stars lifted the little star gently. Then they went back to the sky. The children gazed at the string of stars in surprise. ലക്കി ഹെൽഡ് ദ ജാർ അപ്പ്. ലക്കി എന്ത് ചെയ്തു, തൻ്റെ ജാർ എടുത്ത് ഉയർത്തിപ്പിടിച്ചു, ആ കുഞ്ഞ നക്ഷത്രത്തിന് ഇട്ട് വെച്ചിരിക്കുന്ന ജാറ്. ദ ചെയിൻ ഓഫ് സ്റ്റാർസ് ലിഫ്റ്റഡ് ദ ലിറ്റിൽ സ്റ്റാർസ് ജെൻലി. അപ്പോൾ എന്താണ്, നക്ഷത്രങ്ങളുടെ ആ കൂട്ടം എന്ത് ചെയ്തു, നമ്മുടെ കുഞ്ഞു സ്റ്റാറിനെ പതിയെ അതിൽ നിന്ന് ഉയർത്തി. ദെൻ ദേ വെൻ ബാക്ക് ടു ദ സ്കൈ. എന്നിട്ട് അവർ എവിടേക്ക് തിരികെ പോയി, ആകാശത്തിലേക്ക് തിരികെ പോയി. ദ ചിൽഡ്രൻ ഗേസ്ഡ് അറ്റ് ദ സ്ട്രിങ് ഓഫ് സ്റ്റാർസ് ഇൻ സർപ്രൈസ്. ആ കുട്ടികൾ എന്ത് ചെയ്തു, ആ സ്ട്രിങ് ഓഫ് സ്റ്റാർസിലേക്ക്, എന്താണ്, ഒരു നേർത്ത കമ്പി പോലെ അല്ലെങ്കിൽ ഒരു വള്ളി പോലെ ഇങ്ങനെ പോകുന്ന ആ നക്ഷത്രങ്ങളെ എന്ത് ചെയ്തു, അത്ഭുതത്തോടുകൂടി നോക്കിക്കൊണ്ട് നിന്നു. Finally, we found the owner of the treasure, Lucky said happily. Then a message appeared in the sky. Thank you, friends. All the stars tinkled together. The children's eyes also glittered like stars. ഫൈനലി വി ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ട്രഷർ, ലക്കി സെഡ് ഹാപ്പിലി. അപ്പോൾ എന്താണ്, ഫൈനലി അവസാനം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ആ നിധിയുടെ യഥാർത്ഥ ഓണറിനെ, യഥാർത്ഥ ഉടമയെ നമ്മൾ കണ്ടെത്തി. ലക്കി സെഡ് ഹാപ്പിലി, ലക്കി സന്തോഷത്തോടു കൂടി പറഞ്ഞു. ദെൻ എ മെസ്സേജ് അപ്പിയർഡ് ഇൻ ദ സ്കൈ. പിന്നൊരു മെസ്സേജ്, ഒരു സന്ദേശം എവിടെ വന്നു, ആകാശത്ത് തെളിഞ്ഞു വന്നു. താങ്ക് യു ഫ്രണ്ട്സ്. എന്താ വന്നേ, താങ്ക് യു ഫ്രണ്ട്സ്, നന്ദി കൂട്ടുകാരെ. ഓൾ ദ സ്റ്റാർസ് ടിങ്കിൾഡ് ടുഗദർ. അപ്പോൾ എന്താണ്, എന്നിട്ട് ആ എല്ലാ നക്ഷത്രങ്ങളും ഒന്നിച്ചെന്ത് ചെയ്തു, കണ്ണ് ചിമ്മി. ദ ചിൽഡ്രൻസ് ഐസ് ഓൾസോ ഗ്ലിറ്റേർഡ് ലൈക്ക് സ്റ്റാർസ്. ആ കുട്ടികളുടെ കണ്ണും എന്താണ്, നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി. ഇനി ഇവിടെ എന്താണ്, ഒരു സോങ് തന്നിട്ടുണ്ടല്ലേ, സ്റ്റാറി നൈറ്റ്. I was a cute little star in the sky. I was happy there and shone so bright. I fell down one night from the sky. Oh dear friends, I lost my light. I was a cute little star in the sky. ആകാശത്തിലെ വളരെ സുന്ദരിയായിട്ടല്ലേ, നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു കുഞ്ഞു നക്ഷത്രമായിരുന്നു ഞാൻ. I was happy there and shone so bright. ഞാൻ അവിടെ വളരെ സന്തോഷത്തിലായിരുന്നു, അതുപോലെ നല്ല തിളക്കത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യായിരുന്നു, പ്രകാശമൊക്കെ പുറപ്പെടുവിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. I fell down one night from the sky. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം രാത്രിയിൽ ഞാൻ ആകാശത്ത് നിന്ന് താഴെ വീണുപോയി. ഓ ഡിയർ ഫ്രണ്ട്സ്, ഐ ലോസ്റ്റ് മൈ ലൈറ്റ്. എൻ്റെ കൂട്ടുകാരെ, എൻ്റെ വെട്ടമെല്ലാം എനിക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ. സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാറി സ്കൈ. ഓ ഡിയർ സ്കൈ, പ്ലീസ് ടേക്ക് മീ നിയർ. ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ. ഞാനിപ്പോൾ എവിടെ കിടക്കാണ്, ഒരു ഗ്രൗണ്ടിൽ കിടക്കാണ്. അവിടെ നല്ല സോഫ്റ്റും അതുപോലെ എന്താണ്, നല്ല തണുപ്പും ഒക്കെ ആണല്ലേ, നല്ല മൃദുവായിട്ടുള്ളതും നല്ല തണുപ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ ഇങ്ങനെ ഞാൻ കിടക്കാണ്. സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാറി സ്കൈ. പക്ഷേ നക്ഷത്രങ്ങൾ നിറഞ്ഞ എൻ്റെ ആകാശത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, മിസ് ചെയ്യുന്നുണ്ടല്ലേ. ഓ ഡിയർ സ്കൈ, പ്ലീസ് ടേക്ക് മീ നിയർ. അല്ലയോ എൻ്റെ ആകാശമേ, എന്നെ വീണ്ടും എന്ത് ചെയ്യൂ, തിരികെ അവിടേക്ക് എടുക്കൂ. ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. എനിക്ക് എന്ത് ചെയ്യണം, അവിടെ തിളങ്ങണം, ഡാൻസ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യണം, എനിക്ക് അവിടെ നിൽക്കണം എന്നാണ് ആര് പറയുന്നത്, നമ്മളുടെ ആ നക്ഷത്രം പറയുന്നത്. ഇനി നമ്മുടെ ആക്ടിവിറ്റി നോക്കൂ. ഹൂ സെഡ് ദ ഫോളോയിങ് ഡയലോഗ്സ്. ആരൊക്കെയാണ് ഈ താഴെ തന്നിരിക്കുന്ന സംഭാഷണങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കണം. റൈറ്റ് ദ സ്പീക്കേഴ്സ് നെയിം ഇൻ ദ ബോക്സസ്. ആ സംഭാഷണം പറഞ്ഞ ആളുകളുടെ പേരുകൾ ആ ബോക്സിൽ എഴുതണം. ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ. നീയാണോ ആ കളഞ്ഞുപോയ നക്ഷത്രം? അങ്ങനെ ചോദിച്ചത് ആരാണ്? ലക്കിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ. എനിക്ക് തോന്നുന്നു ഇതെന്താണ്, ഒരു കളിപ്പാട്ടമാണല്ലേ, ഒരു നക്ഷത്രത്തിൻ്റെ കളിപ്പാട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞ ആരാണ്? ലൂസിയാണ്. സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ, ഈസ് ഇറ്റ് യുവേഴ്സ്. നോക്കൂ, ഇത് ഞങ്ങൾക്കിത് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്, ഇത് നിൻ്റെതാണോ എന്ന് ചോദിച്ചത് ആരാണ്? ലക്കിയാണ്. നോ നോ, ദിസ് ഈസ് നോട്ട് മൈൻ. അല്ലല്ല, ഇത് എൻ്റേതല്ല. അങ്ങനെ പറഞ്ഞത് ആരാണ്? മിലിയാണ്. ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്. ഓ നിനക്ക് ഇത്രയും നന്നായിട്ട് തിളങ്ങാൻ കഴിയുമോ? ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ലക്കിയാണ്. ഡോണ്ട് വെറി, ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദ സ്കൈ. നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ എവിടെ പോകാൻ സഹായിക്കാം? ആകാശത്ത് പോവാൻ സഹായിക്കാം. അങ്ങനെ പറഞ്ഞത് ആരാണ്? ലക്കിയാണ്. ദ സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം അസ്. ആ നക്ഷത്രങ്ങളൊക്കെ നമ്മളെക്കാൾ ഒരുപാട് ദൂരെയാണ്. അങ്ങനെ പറഞ്ഞത് ആരാ? ലൂസിയാണ്. ലെറ്റ്സ് വെയിറ്റ് ഹിയർ. നമുക്കിവിടെ കാത്തിരിക്കാം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അതും ലൂസിയാണല്ലേ.
അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. നമ്മുടെ 4th യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഇനി ഒരു സ്റ്റോറി കൂടെ നമ്മുടെ ഈ യൂണിറ്റിലുണ്ട്. ആ യൂണിറ്റ് നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 3rd യൂണിറ്റ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും 3rd യൂണിറ്റും കണ്ടു നോക്കുക. അതുപോലെ തന്നെ 4th യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. താങ്ക് യു കൂട്ടുകാരെ.